വക്കീലേ, അതാരാ? ഉത്തമൻ. ഇതിന്റെ ബാക്കി ഞാൻ തിരിച്ചു പറയാം. എന്നല്ലേ വിളിച്ചത്? ആണെങ്കിൽ നമസ്കാരം സാറേ. വക്കീലില്ലേ? ഉണ്ട്. ഭർത്താവിന് വിഷം കൊടുത്തു വന്നൊരു സ്ത്രീക്ക് വേണ്ടി കേസ് വാദിക്കാൻ പോവള്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാനിപ്പോ എന്തെന്ന് പറയാ. ഉത്തമനൊന്നും പറയാൻ കാണില്ല. പക്ഷേ ഉത്തമനോട് ഞാനൊരു കാര്യം പറയാം. ജീവിതത്തിൽ എന്തെങ്കിലും കല്യാണം കഴിക്കണം എന്നൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ഒരു വക്കീലിനെ കല്യാണം കഴിക്കരുത്. ആന്ത് സാറേ വക്കീലിന് കുഴപ്പം? അവർക്ക് കോടതിയെന്നോ വീടെന്നോ ഒരു വ്യത്യാസം കാണില്ല. അവിടെ വാദിക്കുന്നത് പോലെ വീട്ടിൽ വന്ന് വാദിച്ചളേ. നമ്മൾ പറയുന്ന ഒന്നും അനുസരിക്കില്ലെന്നേ. വക്കീലെ, ഒരു കേസുണ്ട്, ഒരു അത്യാവശ്യ കാര്യം. ആരെയാ കൊന്നത്? ഇത് കൊലക്കേസൊന്നുമല്ല, ഒരു തല്ല് കേസാ. ആണോ? ഇത് കേട്ടപ്പോ അവളുടെ മൊത്തം സന്തോഷം കണ്ടോ? രണ്ടാളുകൾ തമ്മിൽ അടികൂടി നിൽക്കുമ്പോൾ സാധാരണ മനുഷ്യർക്ക് ഞെട്ടലുണ്ടാവുന്നത്. ഇവളുടെ മൊത്തം ചിരിയുണ്ടോ? ഇക്കണക്കിന് പോയാൽ ആഫീസിലേക്ക് പോകുന്ന വഴി എന്നെ ആരെങ്കിലും തല്ലിന്നറിഞ്ഞാലും എവിളിച്ചിരിക്കും. കാരണം ആ കേസ് ഒക്കെ കിട്ടുമല്ലോ. മോഹനേട്ടൻ ആരെങ്കിലും തല്ലി നിറഞ്ഞിട്ടുണ്ടോ ഞാൻ ചിരിക്കുന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ അത് കേസ് കിട്ടുമെന്നുള്ള കാര്യം ഓർത്തിട്ടല്ല. എനിക്ക് ചെയ്യാൻ പറ്റാത്തത് വേറെ ആരെങ്കിലും ചെയ്യുമ്പോ സ്വാഭാവികമായിട്ട് എനിക്ക് ചിരി വരുമല്ലോ. എന്നെ എങ്ങനെ വിളിച്ചിട്ടുണ്ടോ നീയെ? ഇന്നു മുതൽ ഇമാതിരി കേസുകൾ ഈ ഭാമ ബാധിക്കില്ല. നല്ല കുടുംബത്ത് പിറന്ന അന്തസ്സുള്ള കേസ് വല്ലുണ്ടെ കൊണ്ടുവന്ന ആലോചിക്കാം. ഈ അന്തസ്സുള്ള കേസെന്ന് പറയുമ്പോ ബലാത്സംഗമായാലോ, പെൺവാണിഭം, മോഷണം, പിടിച്ചുപറി, ഇത്തരം ഒരു കേസും വില്ലേജ് ഓഫീസർ മോഹനേഷന്റെ ഭാര്യ വാദിക്കില്ല. അത് എന്റെ തീരുമാനമാണ്. തല്ല് കേസ് വാദിക്കാൻ ഉത്തമൻ വേറെ ആരെങ്കിലും ആലോചിക്കും. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇപ്പൊ കുടുംബത്ത് പറഞ്ഞവനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ലിസ്റ്റ് പറഞ്ഞത്. വക്കീലേ, ഇതെന്താണ് സാർ ഇങ്ങനെ? വട്ടാണ് കേസ്. എന്താ ഉത്തമൻ പറ. അതായത് നമ്മുടെ ഈ വട്ടപ്പറമ്പിലെ ദാസപ്പൻ, അവൻ ആളൊരു പാവമാണ്. അവന്റെ വീട്ടിലെ പിറകിലുള്ള സ്ഥലം നമ്മുടെ ഉമ്മച്ചൻ കോൺട്രാക്ടറുടേതാണ്. ഉമ്മച്ചൻ കോൺട്രാക്ടർക്ക് സ്വന്തം സ്ഥലത്തിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയണമെന്ന് പോലും. അതങ്ങ് പടിഞ്ഞോട്ട്. പക്ഷെ കാർ പാർക്കിന് സ്ഥലം വേണമെങ്കിൽ ദാസപ്പന്റെ കയ്യിലുള്ള 7 സെന്റും കൂടെ കിട്ടണം. അത് വിട്ടുകൊടുക്കാൻ ദാസപ്പൻ തയ്യാറല്ല. അവന്റെ അച്ഛനായിട്ട് കൊടുത്ത ഭൂമിയാണത്. പല പ്രാവശ്യവും ഉമ്മച്ചൻ കോൺട്രാക്ടർ ആ സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി നോക്കി. ദാസപ്പൻ കൊടുത്തില്ല. ഒടുവിൽ ആ ഭൂമിയുടെ കള്ള ആധാരം വരെ ഉണ്ടാക്കി. പക്ഷെ അതും പൊളിഞ്ഞുപോയി. അവസാന കൈക്ക് ഇന്നലെ ഉമ്മച്ചൻ ഗുണ്ടകളെ വിട്ട് ദാസപ്പനെ അടിച്ചു. ദാസപ്പ ആശുപത്രിയിലുമായി. ആശുപത്രി കിടന്ന ദാസപ്പൻ ഉമ്മച്ചനെതിരെ കേസും കൊടുത്തു. കേസ് പുലിവാലാകുമെന്ന് കണ്ടപ്പോ ഉമ്മച്ചൻ നേരെ സർക്കാർ ആശുപത്രി ചെന്നങ്ങ് അഡ്മിറ്റുമായി. ദാസപ്പൻ തല്ലിയതാണെന്ന് പറഞ്ഞൊരു കേസ് ഉമ്മച്ചനും കൊടുത്തു. കാര്യം മനസ്സിലായി. നമ്മുടെ നാട്ടിലെ സകല തല്ല് കേസുകളും ഇതൊക്കെ തന്നെയാണ് ഉണ്ടാവുക. തല്ലുകൊണ്ടവൻ ആശുപത്രിയിലായിട്ടുണ്ടെങ്കിൽ തല്ലിയവരോടെ തന്നെ ആശുപത്രി പോയി കിടക്കും. പക്ഷെ എങ്കിലും ഇതിന് വല്ല കാര്യമൊന്നും ഇല്ലെന്നേ. കാര്യം അതല്ല വക്കീലേ. ഈ ഉമ്മച്ചന് പോലീസിൽ മുടിഞ്ഞ സ്വാധീനമില്ലേ? അയാളുടെ പരാതി പ്രകാരം പോലീസ് ആശുപത്രി കിടന്ന ദാസപ്പനെ അറസ്റ്റ് ചെയ്തു. അപ്പൊ ദാസപ്പന്റെ പരാതി അതിലൊരു കഴമ്പും ഇല്ലെന്ന്. ദാസപ്പൻ ഇപ്പൊ ലോക്കപ്പില്ല. എങ്ങനെയെങ്കിലും ദാസപ്പനൊന്ന് ഇറക്കണം. ഉത്തമ പോയില്ലേ? ഇല്ല, ഞാൻ ഈ കേസിന്റെ കാര്യം വക്കീലോട്ടൊന്ന് സംസാരിക്കായിരുന്നു. പറയും. ആ കേസ് ഭാമ ബാധിക്കില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. മോഹനെടുത്ത് കേസ് വേറെയാ. വേണ്ട, എല്ലാ കേസും ഒന്ന്. ഒരുത്തൻ വേറൊരുത്തനെ തല്ലിക്കാണും. തല്ലിയവനെ പോലീസ് കൊണ്ടുപോയി കാണും. അവനെ ഇറക്കാനാണല്ലോ നീ ഇപ്പൊ പോകാൻ പോകുന്നത്. തല്ലിയവൻ അകത്ത് കിടക്കണം. അതിനാണ് പോലീസ് ലോക്കപ്പ്, സബ് ജയില്, സെൻട്രൽ ജയില്. അങ്ങനെയുള്ള ഒരുത്തനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മോഹനേഷന്റെ ഭാര്യ പോകാൻ പാടില്ല. മോഹനേട്ടൻ അയാളൊരു നിരപരാധിയാ. നീ അങ്ങനെ പറയൂ. 10 പേരെ കൊന്നിട്ട് വന്നാലും 4 പേരെ ബലാത്സംഗം ചെയ്ത് വന്നാലും നിനക്ക് വക്കീൽ ഫീസ് കിട്ടിയാൽ അവൻ നിരപരാധിയാ. ആമേ, ഇനി ഈ പരിപാടി നടക്കും. ഇതുപോലത്തെ കേസുകൾ വില്ലേജ് ഓഫീസർ മോഹനേഷന്റെ ഭാര്യ ഭാമ വാദിക്കാൻ പാടില്ല. ഹലോ, ഏത് കേസ് വാദിക്കണം ഏത് വാദിക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് ഈ അഡ്വക്കേറ്റ് സത്യഭാമയാണ്. മനസ്സിലായോ? സാറേ, അത് എന്റെ ഭാര്യ ഞാൻ പറയുന്നത് കേൾക്കണം. ഞാൻ പറഞ്ഞത് കേൾക്കാം. ഫോൺ അടിക്കുന്നു. അറിയാം. ഫോണ് ഇതാ വരുന്നേ. എന്റെ പൊന്നേ. വക്കീലേ, ഈ ഭർത്താവിന് വിഷം കൊടുത്തു കൊന്ന ആ സ്ത്രീയുടെ പേരെന്തെന്ന വക്കീൽ പറഞ്ഞേ? ഇന്ന് പത്രത്തിൽ കണ്ട പേര് സത്യഭാമ എന്നല്ല. പക്ഷേ ആ പേര് ഉത്തമൻ ഉടനെ കാണണേ. ഉത്തമൻ ഇരിക്കും. ഞാൻ ഡ്രസ് മാറിയിട്ട് വരാം. അല്ല, ഈ സാറ് ഇങ്ങനെ
സാറ് പറയുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈച്ചയാട്ടി വീട്ടിലിരിക്കേണ്ടി വരും. അപ്പൊ ഇരിക്കും. ശരി. ഇന്ന് ഇയാൾക്ക് ദന്തിന്റെ ഭ്രാന്താണ് എന്തോ. ഹലോ, പറയൂ ശിശുബല. എപ്പോ? അതെന്ത് ന്യായം? ഞാൻ ഭാമയോട് പറയാം. ശിശുബല പേടിക്കണ്ട, ഞാൻ ഉടനെ വരാം. ഭാമേ, ഭാമേ, ഒരു പ്രശ്നമുണ്ട്. എന്താ? ശിശുപാലനെ വിളിച്ചത്. ഞങ്ങൾക്കൊക്കെ വളരെ അടുത്തൊരാളെ പോലീസ് പിടിച്ചു. എന്തിന്? കള്ളക്കേസാ. അയാൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇത് മനഃപൂർവ്വം പോലീസ് ഉണ്ടാക്കിയ കേസാ. എന്താ ചെയ്യാൻ പറ്റുന്നത്? എന്താ കേസ്? അതായത് നമ്മുടെ വട്ടപ്പറമ്പിലെ ദാസപ്പനില്ലേ, അവൻ ഒരു മര്യാദക്കാരനാ. വായിൽ കോലിട്ട് കുത്തിയാൽ പോലും കടിക്കാത്തൊരു പാവം. അവന് ടൗണില് ഒരു 7 സെന്റ് സ്ഥലമുണ്ട്. നമ്മുടെ ഉമ്മച്ചൻ കോൺട്രാക്ടറുടെ സ്ഥലത്തിന്റെ തൊട്ടു മുന്നിൽ. ഉമ്മച്ചൻ കോൺട്രാക്ടർക്ക് സ്വന്തം സ്ഥലത്ത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയണം. പക്ഷേ കാർ പാർക്കിങ്ങിന് സ്ഥലം വേണമെങ്കിൽ ദാസപ്പന്റെ 7 സെന്റ് കിട്ടിയേ പറ്റൂ. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? ഉമ്മച്ചൻ കോൺട്രാക്ടർ പല പ്രാവശ്യം ദാസപ്പനെ കണ്ട് സ്ഥലം വാങ്ങാൻ നോക്കി. ദാസപ്പൻ വഴങ്ങിയില്ല. കാരണം അയാൾക്കത് അയാളുടെ അച്ഛൻ കൊടുത്തതാണ്. ദാസപ്പൻ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോ ഉമ്മച്ചൻ ആ സ്ഥലത്തിന് ഒരു കള്ള ആധാരം ഉണ്ടാക്കി. പക്ഷെ അത് പൊളിഞ്ഞു. അത് പൊളിച്ചത് ഞാനാണല്ലോ. കള്ള ആധാരമുണ്ടാക്കി അത് പോക്കവർ ചെയ്യിക്കാൻ വില്ലേജ് ഓഫീസിൽ കൊണ്ടുവന്നു. ദ്രൗപതിയെ സ്വാധീനിച്ച് കാര്യം ശരിയാക്കി കരമടയ്ക്കാനായിരുന്നു പരിപാടി. പക്ഷെ വില്ലേജ് ഓഫീസർ ആരാ? ഈ മോഹനകൃഷ്ണൻ. ഞാൻ പറഞ്ഞു നടക്കില്ല, എനിക്ക് കൈ നിറയെ കാശിയാണെന്ന് ഉമ്മച്ചൻ പറഞ്ഞു. പക്ഷെ ഞാനുണ്ടോ വഴങ്ങുന്നു? ഉമ്മച്ചനെ ഞാൻ കഴുത്തിന് പിടിച്ച് വില്ലേജ് ഓഫീസിന് പുറത്തിറക്കി. ദാസപ്പൻ വില്ലേജ് ഓഫീസിൽ വന്നിട്ട് എന്നോട് പറഞ്ഞെന്താണെന്ന് അറിയാം? സാർ, എനിക്ക് ദൈവത്തെ പോലെയാണെന്ന് പറഞ്ഞു കാണും. കാരണം ദാസപ്പൻ ഒരു പാവമാണല്ലോ. കാര്യം നടക്കാത്തതിന്റെ വാശിക്ക് ആ പാവം ദാസപ്പനെ ഇന്നലെ ഉമ്മച്ചന്റെ ഗുണ്ടകൾ പൊതിരെ തല്ലി. ദാസപ്പൻ തല്ലുകൊണ്ട് ആശുപത്രിയിലാണ് അറിഞ്ഞപ്പോ തന്നെ ഞാൻ അയാൾ അവിടെ പോയി കണ്ടല്ലോ. ഞാനാണ് ദാസപ്പനോട് പറഞ്ഞത്, ധൈര്യമായിട്ട് കേസ് കൊടുത്തോ, ഉമ്മച്ചനെതിരെ മോഹനകൃഷ്ണൻ സാക്ഷി പറഞ്ഞോളാം. പക്ഷേ ദാസപ്പൻ കേസ് കൊടുത്തതോടെ സംഗതി വഷളാവെന്ന് മനസ്സിലാക്കിയ ഉമ്മച്ചൻ സർക്കാർ ആശുപത്രിയിൽ പോയി അഡ്മിറ്റായി. ദാസപ്പൻ തല്ലിയതാണെന്ന് കേസും കൊടുത്തു. അത് മാത്രമല്ല, ഇന്ന് രാവിലെ ആശുപത്രിയിൽ കിടന്ന നിരപരാധിയായ ദാസപ്പനെ പോലീസ് പിടിച്ചോണ്ട് പോയി. ഉമ്മച്ചന് പോലീസിലൊക്കെ ഭയങ്കര സ്വാധീനമാണല്ലോ. ദാസപ്പനിപ്പോ ലോക്കപ്പിലാണെന്ന് ശിശുപാലൻ പറഞ്ഞു. ബാവേ, എങ്ങനെയാണ് ദാസപ്പനെ പുറത്തിറക്കണം? എന്താ ചെയ്യേണ്ടത് പറ. പക്ഷേ ഇതൊരു തല്ലുകേസല്ലേ മോഹനേട്ടാ? തല്ലുകേസിലെ പ്രതിയെ രക്ഷിക്കാൻ വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണന്റെ ഭാര്യ അഡ്വക്കേറ്റ് സത്യഭാമ ശ്രമിക്കുന്നത് ശരിയാണോ? പക്ഷേ ദാസപ്പൻ നിരപരാധിയാണല്ലോ. അതിപ്പോ വക്കീൽ ഫീസ് തരുന്ന സകലരും നിരപരാധികളാണെന്നാണല്ലോ വക്കീലുമാര് പറയുക. പക്ഷേ ദാസപ്പൻ ലോക്കപ്പില്ല. തെറ്റ് ചെയ്തവരെ കൊണ്ടുപോയി ഇടാനാണ് പോലീസ് സ്റ്റേഷനും സബ് ജയിലും സെൻട്രൽ ജയിലും. പക്ഷേ ദാസപ്പൻ തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാത്തവരെ പോലീസ് പിടിക്കോ? ഇതുപോലെ തല്ലുകേസുമായിട്ട് എന്റെ അടുത്ത് വരണ്ട മോഹനേട്ടാ. പോയി കുടുംബത്തിൽ പിറന്ന അന്തസ്സുള്ള കേസുമായിട്ട് വരൂ. ഇപ്പൊ നീ വാശി കാണിക്കാൻ ഒരു നിരപരാധിയെ രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോ നീ ഉഴപ്പുന്നു. കുറച്ചു മുമ്പ് നീയല്ലേ പറഞ്ഞത് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന്? പക്ഷെ ഞാനത് പറഞ്ഞപ്പോ മോഹനേട്ടൻ പറഞ്ഞു കോടതിയും വക്കീലും വാദവും വിസ്താരവും ഒന്നും വേണ്ടെന്ന്. കോടതി പോയാലല്ലേ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റൂ. ഉമ്മച്ചനെ പോലുള്ളവരുടെ വാക്കുകേട്ട് പോലീസ് ഇങ്ങനെ പലതും ചെയ്യും. അപ്പോഴാണ് നിരപരാധിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വക്കീലിനെ ഇറങ്ങേണ്ടി വരിക. ആയിരിക്കും.
അപ്പൊ പിന്നെ കോടതി വെറുതെ വിടുന്നവരൊക്കെ തെറ്റുകാരാണെന്ന് പറഞ്ഞാലോ? എല്ലാവരും അല്ല, പക്ഷേ ദാസപ്പൻ നിരപരാധിയാണ്. ഇനിയിപ്പോ ഞാൻ ദാസപ്പിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയി എന്ന് കരുതുക, ഉത്തമനെന്ന് കരുതും. ഉത്തമനെന്ന് കരുതാൻ ഉത്തമന്റെ മുന്നിൽ വെച്ച് മോഹനേട്ടൻ എന്തൊക്കെയാ പറഞ്ഞത്? ഒരു സാധാ തല്ലുകേസിൽപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല മോഹനകൃഷ്ണന്റെ ഭാര്യ, ഇനി മേലിൽ ഇമാതിരി കേസുകൾ ഞാൻ വാദിക്കാൻ പാടില്ല എന്നൊക്കെയല്ലേ? പക്ഷേ ഞാൻ പറഞ്ഞത് ഉത്തമൻ പറഞ്ഞ പോലുള്ള പീറ കേസിന്റെ കാര്യമൊന്നും അല്ലല്ലോ. ഇതൊരു പാവം നിരപരാധി രക്ഷിക്കുന്ന കാര്യമല്ലേ? ഉത്തമം കൊണ്ടുവന്നതും ഇതുപോലൊരു കേസാണെങ്കിലോ? അതും ഒരു നിരപരാധി രക്ഷിക്കേണ്ട കാര്യമാണെന്നാണ് ഉത്തമൻ പറഞ്ഞത്. ചുമ്മാ ഉത്തമനല്ലേ കൊണ്ടുവന്നത്? ഏതെങ്കിലും വല്ല ലോക്കൽ വായി നോക്കുന്ന കേസുകളായിരിക്കും. ഉറപ്പാണോ? ഉറപ്പ്. ഞാൻ ഉത്തമനെ കാണാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി നോക്കാം. ഉത്തമ ഒന്നിങ്ങ് വന്നേ. ഇപ്പൊ അറിയാലോ അവൻ പറയാൻ പോകുന്ന എന്താണെന്ന് എനിക്കറിയാം. കാണാം. ഇന്നലെ രാത്രി കള്ളു കുടിച്ച് വഴക്കുണ്ടാക്കി ഏതെങ്കിലും ഒരുത്തനെ പോലീസ് പിടിച്ചുകൊണ്ട കാര്യമായിരിക്കും. അവനെ രക്ഷിക്കണം എന്ന് പറയാനായിരിക്കും ഉത്തമൻ. എന്താ വക്കീലെ? ഉത്തമൻ ആരെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കുന്ന കാര്യം പറയാനാ വന്നത്? ഈ വട്ടപ്പറമ്പിലെ ദാസപ്പൻ. ദാസപ്പൻ എന്താ ചെയ്തത്? ഞാൻ പറഞ്ഞല്ലോ, ഒന്നും ചെയ്തില്ല, നിരപരാധിയാ. പോലീസ് ഉണ്ടാക്കിയ കള്ള കേസല്ലേ വക്കീലെ ഇത്? സാറേ, സാറിനറിയാലോ ഈ ദാസപ്പനെ. അവൻ അങ്ങനെ വല്ല വൃത്തിയോട് കാണിക്കുന്ന ആളാണോ? ഇതൊക്കെ ഉമ്മച്ച കോൺട്രാക്ടറിന്റെ കള്ളത്തരമാണ് സാറേ. സാറ് മറുപടി പറയൂല. സാറിന്റെ നാവ് ഇറങ്ങിപ്പോയി. എന്നാ ഒത്തും പോക്കോ. 10 മണിയാകുമ്പോഴത്തേക്കും വക്കീൽ ഓഫീസിലേക്ക് വന്നു. അല്ല, സാറ് സമ്മതിച്ചോ? സാറ് സമ്മതിക്കുമായിരിക്കും, പക്ഷേ നാവ് ഇറങ്ങിപ്പോയത് കൊണ്ട് പറയാൻ പറ്റില്ല. സംഭവം എന്താ പ്രശ്നം? ഒന്നുമില്ല. ഓക്കെ, ഇറങ്ങുന്നേ. സമാധാനം. ഇവിടെ എന്ത് പറയുന്നു? മോഹനേട്ടാ, മോഹനേട്ടന്റെ മുൻവിധിയാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. വക്കീലന്മാര് കള്ളന്മാരാണെന്നൊരു ധാരണ, പോലീസ് പിടിച്ചവരൊക്കെ തെറ്റുകാരാണെന്ന് വേറൊരു ധാരണ, ഉത്തമം കൊണ്ടുവരുന്ന കേസൊക്കെ റൌഡികളുടേതാണെന്ന് വേറൊരു ധാരണ. അതൊക്കെ മാറി. എപ്പോ? ഇപ്പൊ. ഓഹോ, അപ്പോ നമുക്ക് ദാസപ്പനെ പുറത്തിറക്കണ്ടേ? തീർച്ചയായും. വക്കീലന്മാർ കള്ളം മാത്രം പറയുന്നവരാണെന്ന് മോഹനകൃഷ്ണന്റെ തെറ്റിദ്ധാരണ മാറിയതിൽ സത്യഭാമയ്ക്ക് ആശ്വസിക്കാം. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ആയതുകൊണ്ട് മാത്രം പോലീസുകാർ സത്യമേ പറയൂ എന്നതും വില്ലേജ് ഓഫീസർ തിരുത്തി പറഞ്ഞു കഴിഞ്ഞു. ആളുകളെയും അവരുടെ തൊഴിലിനെയും വിലയിരുത്തേണ്ടത് അവർ അവരുടെ തൊഴിൽ എങ്ങനെ ചെയ്യുന്നു എന്ന മാനദണ്ഡത്തിൽ മാത്രമായിരിക്കണമെന്നതാണ് ഈ കഥയുടെ ഗുണപാഠം. ആ പാഠം പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് മറ്റൊരു നിസ്സാര കാര്യവുമായി കാര്യം നിസ്സാരം തിങ്കളാഴ്ച രാത്രി 9 മണിക്ക്.